ഹായ് ഫ്രണ്ട്സ്, മെൻസ്മാർട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അൻസാർ, കോ ഫൗണ്ടർ ഓഫ് മെൻസ്മാർട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് FBയിൽ റീടാർഗറ്റിംഗ് ആഡ് ചെയ്ത് എങ്ങനെ നമുക്ക് നമ്മുടെ സെയിൽസ് വർദ്ധിപ്പിക്കാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഹായ്, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഹൗ ടു ക്രിയേറ്റ് ബെറ്റർ FB റീടാർഗറ്റിംഗ് ആഡ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ റീടാർഗറ്റിംഗ് നല്ലൊരു റീടാർഗറ്റിംഗ് ആഡ്സിലൂടെ സെയിൽസ് കൂട്ടാമെന്ന് നമുക്ക് നോക്കാം. അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും 70% ആൾക്കാരും നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങാനാവുന്ന സമയത്ത്, അഥവാ കാർട്ട് അബാൻഡൻ ചെയ്യാണ്, അഥവാ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനാവുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ വന്നിട്ടൊരു മെസ്സേജ് വന്നിട്ടോ, അതും അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് പ്രൈസുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടോ ഒക്കെ ആവാം അവരെന്ത് ചെയ്യുന്നത് വാങ്ങാതെ പോവുകയാണ് ചെയ്തത്. അങ്ങനെ 70% ആൾക്കാരും വാങ്ങാതെ പോവുക എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ മുന്നിലേക്ക് നിങ്ങൾ ഒരു പ്രൊഡക്റ്റിൻ്റെ റീടാർഗറ്റിങ് എങ്ങനെയാണ് നല്ല പരസ്യം ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങി അവരെ പർച്ചേസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് നോക്കാം. അങ്ങനെ ചില കമ്പനികൾ, നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. വലിയ വലിയ കമ്പനികളൊക്കെ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ മുന്നിൽ കാണുന്ന ഈ പിക്ചർ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, ഫോസിൽ എന്ന് പറഞ്ഞൊരു വാച്ച് കമ്പനി ഇട്ടൊരു പരസ്യമാണത്. $155 ആ വാച്ചിൻ്റെ വില. അങ്ങനെ ആ വാച്ചിൻ്റെ ആ പരസ്യം കണ്ടിട്ട് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നു, അവരുടെ വെബ്സൈറ്റിൽ കയറി പോകുന്നു. അങ്ങനെ അത് വാച്ച് വാങ്ങാനാകുന്ന സമയത്ത്, അഥവാ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യാണ്, അബാൻഡൻ ചെയ്ത് പോവുകയാണ്, കാർട്ട് അബാൻഡ്മെന്റ് ചെയ്ത് പോവുകയാണ്. കാരണം അവരത് വാങ്ങുന്നില്ല. ചിലപ്പോൾ അത് പൈസന്റെ കൂടുതൽ കൊണ്ടോ അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് ഡിസ്ട്രാക്ഷൻ എന്തോ വന്ന് പോവുകയായിരിക്കാം. പക്ഷെ അവരത് വാങ്ങാതെ പോവാണ്. രണ്ടാമത്തെ ഈ പിക്ചർ ഒന്ന് നിങ്ങൾ നോക്കും. ഈ രണ്ടാമത്തെ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയും. ഇതേ കസ്റ്റമേഴ്സിനെ അവർ റീടാർജറ്റ് ചെയ്തിട്ട് അവരുടെ മുന്നിലേക്ക് ഈ പരസ്യം ചെയ്യലാണ്. ഈ പരസ്യത്തിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഇന്ന് രാത്രി, അതൊരു അർജൻസി അവർ ക്രിയേറ്റ് ചെയ്യാണ്. ഇന്ന് രാത്രി തന്നെ അവർ ഫ്രീ ഡെലിവറി ആയി ചെയ്യും. എങ്ങനെ? $125 മുകൾക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഇന്ന് രാത്രി തന്നെ അവർ എന്ത് ചെയ്യാണ്, ആ പ്രൊഡക്റ്റ് അവരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അഥവാ ഇവിടെ ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യാണ് ഒരു ഓഫറിലൂടെ. അപ്പോൾ ഇങ്ങനെ ഒരു പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ഇത് വാങ്ങാനുള്ളൊരു ടെൻഡൻസി കൂടില്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പരസ്യം നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? ലസാദ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിന്റെ ഒരു റീടാർജറ്റിംഗ് പരസ്യമാണ്. ഈ പരസ്യം, അഥവാ ഈ ലസാദ ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ആമസോൺ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഈ ഫിലിപ്പീൻസ്, അതേപോലെ തന്നെ മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയൊക്കെ രാജ്യങ്ങളിലെ ആമസോൺ എന്നറിയപ്പെടുന്ന ഒരു വെബ്സൈറ്റാണ് ലസാദ ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഇവർ ഈ ഒരു പരസ്യം ചെയ്യുന്നത് അവരുടെ വെബ്സൈറ്റ് സന്ദർശിച്ച വ്യക്തികളുടെ മുന്നിലേക്കാണ് ഈ പരസ്യം അവർ ചെയ്യുന്നത്. അഥവാ അത് ഈ ഒരു പരസ്യത്തിൽ 12 AM to 2 AM വരെയാണ് അതിൻ്റെ ഒരു ടൈം പീരീഡ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഐറ്റം, 3 ഐറ്റത്തിന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 25% അവർ ഓഫർ ഇടുകയാണ്. അഥവാ ഇവിടെ നിങ്ങളൊരു പാറ്റേൺ ശ്രദ്ധിച്ചോ? ഈ ഒരു പാറ്റേൺ നോക്കൂ. ഈ ഒരു പാറ്റേണിൽ അവർ ചെയ്യുന്നത് എന്താ വെച്ചിട്ട് അർജൻസിയും ക്രിയേറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഓഫറും ക്രിയേറ്റ് ചെയ്യുന്നു ആണല്ലോ. അതാണ്. ഇനി നമുക്ക് മറ്റൊരു പരസ്യം നോക്കാം, ഒരു ആമസോണിന്റെ മറ്റൊരു പരസ്യം നോക്കാം. അപ്പൊ നമുക്ക് ഇനി നിങ്ങളെ മുന്നിൽ കാണുന്ന ഈ ആമസോണിന്റെ ഈ ഒരു പിക്ചർ ശ്രദ്ധിച്ച് നോക്കൂ. ഈ ആമസോണിന്റെ ഈ പിക്ചറിൽ എന്താണ് അവർ ചെയ്യുന്നത് വെച്ചാൽ, എക്കോ ഡോട്ട് എന്ന് പറയുന്ന ആ ഒരു ഡിവൈസ് ആമസോൺ മ്യൂസിക് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ട്രൈ ചെയ്തവർക്ക് അവരെന്ത് ചെയ്യാണ്, $39 ആ ഒരു ഡിവൈസ് $4.99 അവരെന്ത് ചെയ്യുന്നു, കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യാണ്. അതേപോലെ തന്നെ ഭയങ്കരമായൊരു ഓഫറും കൊടുക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് ഈ കാർട്ട് അബാൻഡന്റ് നടത്തുന്നവർ, അഥവാ ഒരു നമ്മുടെ വെബ്സൈറ്റിൽ നിന്നും പേ ചെയ്യാൻ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ വന്ന് പേ ചെയ്യാതെ മടങ്ങുന്നവർക്ക് റീടാർജറ്റ് പരസ്യം ചെയ്യേണ്ടത് ഭയങ്കരമായ ഓഫറും അതേപോലെ തന്നെ ഭയങ്കര ടൈം, അഥവാ ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യും വേണം, ടൈം അർജൻസി. കാരണം അതാണ് ഇപ്പം നിങ്ങൾ കണ്ടത്, വേൾഡിലെ 3 വലിയ കമ്പനികളും ചെയ്തത് ഒരേ പാറ്റേൺ ആണ്. ഈ പാറ്റേൺ തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. അഥവാ അർജൻസി ക്രിയേറ്റ് ചെയ്യുക, നല്ല ഓഫറും നൽകുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 70% വരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ ആ സെയിൽസ് ബൂസ്റ്റ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്കിപ്പോൾ FB റീടാർഗറ്റിംഗ് ആഡിനെ കുറിച്ച് കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ഇനിയും നിങ്ങൾക്ക് വിശദമായിട്ട് FB റീടാർഗറ്റിങ്ങിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന ലിങ്കിൽ പോയി www.mensmart.com/FB റീടാർഗറ്റിംഗ് എന്ന ഈ ലിങ്കിൽ നിങ്ങൾ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് ഇൻസ്റ്റൻറ്റ് ആക്സസ് ആയിരിക്കും. അത് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് ഈ കോഴ്സ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ അഥവാ നമ്മുടെ ഒരു ചെറിയ സ്കില്ലൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ബിസിനസ് എങ്ങനെ വളർത്തി നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതുപോലെയുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് അൻസാർ, കോ ഫൗണ്ടർ ഓഫ് മെൻസ്മാർട്ട്. താങ്ക് യു. Bye.